പാർട്ട് 2 ആണ്. 1 കാണാത്തവർ പോയി നിങ്ങൾ കാണുക. ഇതെന്ന് പറയുന്ന ബുക്ക് ഹോൾഡർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് 3 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 3 ഹോൾസൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് റിബണാണ്. ആ റിബൺ പിങ്ക് കളറിലേതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ബോർഡാണ്. ഈ ബോർഡിൽ ഓൾറെഡി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതെന്തിനൊക്കെ ഉള്ളതാണെന്നൊക്കെ. പിന്നെ ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം കിട്ടും. അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായിക്കോളും. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഓരോ ഗ്രീറ്റിംഗ് കാർഡൊക്കെ പോലെ മദേഴ്സ് ഡേ ആയാലും ഫാദേഴ്സ് ഡേ ആയാലും ഫ്രണ്ട്ഷിപ്പ് ഡേ ആയാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. അത് 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ കളറിലേതും ഒന്ന് ബ്ലൂ കളറിലേതും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് കുറച്ച് വരയൊക്കെ ഉള്ള പോലത്തെ പേപ്പറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് A4 സൈസ് പേപ്പറാണ്. യെല്ലോ കളറാണ് അതിൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പറാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെയെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഐറ്റമാണ്. ഇതിലെന്ന് പറയുന്നത് നമ്മുടെ ക്യൂലിങ്ങിൻ്റെ പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ക്യൂലിങ്ങിൻ്റെ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് അത് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 ഉണ്ട് കേട്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടുള്ളത്. ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം റൗണ്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ നല്ല രസത്തിൽ വരും. നിങ്ങൾക്ക് കാണാമോ? അത് നല്ലപോലെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്താൽ മതി. ഒട്ടും പാടില്ല, കൈക്ക് വേദന ഒന്നും എടുക്കില്ല. പിന്നെ ഫോൺ അഡിക്ഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയ ഐറ്റമാണ് ക്യൂലിങ് മാത്രമല്ല പലതും. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ ഇടാം. ഇപ്പം ഇതിങ്ങനെ കിട്ടും കേട്ടോ. ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ കിട്ടും. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒന്നിങ്ങനെ നേരെയാവും. എന്നാലും അത് അത്രയും നേരെയാവില്ല. പിന്നെ നല്ല രസമാണ് ഫ്ലവറും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലെന്ന് പറയുന്നത് 2 വന്നിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. പിന്നെ ഒന്ന് ചെറുതും ഒന്ന് വലുതും അത് തന്നെ. പിന്നെ അതിലിട്ടിട്ട് വലുതിലിട്ട് ആക്കാനും പറ്റും. ഇതെന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കൂട്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിൽ നമുക്ക് കുറച്ച് 3 ഹോൾസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ആ കാണുന്ന ഹോളിലോട്ട് നമുക്കൊരു ടൂൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ടൂളിൽ ഒരു വെട്ടുണ്ട്. ആ വെട്ടിലോട്ട് പേപ്പർ വെച്ചിട്ട് നമുക്കിതിൽ വേണ്ട അളവ് ഏതാണോ അത് വെച്ചിട്ട് ആക്കാം. അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ കറക്റ്റ് കിട്ടിക്കോളും. അതിൽ എത്രയാണ് വേണ്ടത് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് എടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് അത് ഊരിയിട്ട് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലായിക്കോളും. ഇനി നമുക്ക് ടൂൾസിനെ കുറിച്ച് പറയാം. ടൂൾസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ടൂളൊന്നും അല്ല. ആകെ 4 ടൂൾസേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ടൂളാണ്. അതിൻ്റെ നടുക്ക് എല്ലാത്തിൻ്റെയും നടുക്കൊരു വെട്ടുണ്ട്. ഒരെണ്ണത്തിന് മാത്രം നടുക്ക് വെട്ടില്ല. ഇതെന്ന് പറയുന്നത് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു ടൂളാണ്. അത് നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് പൊക്കത്ത് വെട്ടില്ല എന്നത്. നോർമൽ ഒരു സൂചി പോലെ ഉള്ളൊരൈറ്റാണ്. ഇതാണ് ഈ ടൂൾസിലെ ഏറ്റവും വലിയത്. നമുക്കിങ്ങനെ ഓരോ വലിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ നേരം നമുക്കത് യൂസ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാൻ നേരം ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പം കമ്മലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ ജിമിക്ക് അങ്ങനത്തെയൊക്കെ ഓരോ ജിമിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതിൽ പലതുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ഒരു നീണ്ട ഒരെണ്ണവും പിന്നെ ഒരു റൗണ്ടിലെത്തേതുമാണ് ഉള്ളത്. അതിൽ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും അതിൻ്റെ സെൻറ്റിമീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെയുള്ളതുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് കാണിച്ചു തരാം. ഞാൻ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ പുറകെ ഇടുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിലോട്ട് വെച്ച് അമക്കി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെയാവും. ഇത് ഏറ്റവും വലുത് വെച്ചുണ്ടാക്കിയതാട്ടോ. അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അത് നിന്നോളൂ. പിന്നെ അത് അനങ്ങത്തില്ല. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുമല്ല ജിമിക്കി കമ്മലൊക്കെ നല്ല രസമാണല്ലോ. പിന്നെ അങ്ങനെ ഒരു നീണ്ട പോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ളത് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഏറ്റവും വലുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ കുറച്ച് റൗണ്ടും ട്രയാങ്കിളും ലവ് ഷേപ്പൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നില്ലേ, മുട്ടുസൂചി, അതൊക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾസാണ്. ആ ഓരോ ഹോൾസിലോട്ട് നമുക്ക് പിന്നൊക്കെ കുത്തി വെക്കാൻ പറ്റും. പിന്നെന്ന് പറയുമ്പം കുറേ പിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പകുതി പിന്ന് ഞാൻ യൂസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഓരോ ഹോൾസിലോട്ട് കുത്തി വെക്കാം. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം പെട്ടെന്ന് ആ പേപ്പർ ഒന്ന് പിൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ വലിയൊരു സ്ക്വയറിലോട്ട് നമുക്കിങ്ങനെ പിൻ ചെയ്ത് വേണ്ടി വെക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ കുറേ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും നമ്പേഴ്സും ഉണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര സോഫ്റ്റുള്ളൊരു ഐറ്റമാണ് ഈ ഒരു തെർമോക്കോൾ പോലത്തെ ഒരു ഐറ്റമാണ്. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര രസവുമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് വാങ്ങാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് പിരമിഡ് പോലെ ഇരിക്കുന്ന 3 ഐറ്റംസാണ്. ഒന്ന് ട്രയാങ്കിളും പിന്നൊന്ന് സ്ക്വയറും പിന്നെയെന്ന് പറയുന്നത് സർക്കിളുമാണ്.
ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ അതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേപ്പറിൻ്റെ കളറൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾ എടുക്കുക. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ട് എടുക്കുമ്പോൾ അതേ ഇതിലായിട്ട് കിട്ടും. ഇതിപ്പോൾ ചുമ്മാ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാണ്ട് നല്ല ഭംഗിക്ക് കിട്ടുമേ. അതിൻ്റെ പലതിലും നമുക്കിങ്ങനെ നല്ല രസത്തിൽ കിട്ടും. അതിൽ ഓരോരോ പാർട്ടായിട്ട് കൊടുത്തേക്കുന്നത് ഓരോരോ ഇതിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓരോരോ അളവിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പലതും ഇങ്ങനത്തെ ഇനി കുറേ ഷേപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ചിറ്റ. അങ്ങനെ 3 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെയെന്ന് പറയുന്നത് ക്യൂലിംഗ് റൂളറാണ്. അതിൽ കുറേ ഷേപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂളറാണല്ലോ, ഇതിലോട്ട് നമ്മൾ റൗണ്ടിലാക്കിയിട്ട് ഇതിലോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒട്ടും ബുദ്ധിമുട്ടില്ല ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിങ്ങനെ ഓരോന്നും ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് എൻ്റെ മെയിൻ ഫേവറേറ്റ് ഐറ്റം. വേറൊന്നുമല്ല, ഇത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഹോൾസ് ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ആണി പോലത്തെ ഐറ്റംസ് അതിൻ്റെ ആ സൈഡിൽ പിടിച്ച് വലിക്കുമ്പം കിട്ടും. കാണിച്ചു തരാം. ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ നിന്ന് കുറച്ച് ആണി പോലത്തെ ഐറ്റംസൊക്കെ കിട്ടും. ഈ ആണി പോലത്തെ ഐറ്റംസ് നമുക്ക് ആ ഓരോ ഹോൾസിലോട്ട് ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടി പറ്റും. അതിങ്ങനെ നമുക്ക് ഓരോന്ന് ഇറക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ കളറിലെ ഒന്നാണ്. അത് തുരുമ്പിച്ച് പോയതല്ല, അതൊരു ഓൾറെഡി കളർ അങ്ങനെയാണ്. ഈ ബ്രൗൺ കളറിലെ ഒന്നിന് നമ്മൾ ടൂൾസിൻ്റെ കാണിച്ച പോലെ ഒരു വെട്ടുണ്ട്. അപ്പം അതിലോട്ട് ആ ഒരു വെട്ടിൻ്റെ അകത്തോട്ട് നമുക്ക് പേപ്പർ വെച്ചിട്ട് പിന്നെ അതിനെ ചുറ്റി കൊടുക്കാം. അങ്ങനത്തെ ഒരു ഐറ്റമാണത്. അത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. ഇതിങ്ങനെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം, ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാം, ലീവ്സ് ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇത് എല്ലാ ക്യൂലിങ്ങിൻ്റെ സെറ്റിൻ്റെ കൂടെയും കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ പീക്കോക്കാണ്. അതിൽ ഓൾറെഡി അവർ പീക്കോക്കിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലാതെ അവർ പറയണ പോലെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല. ഇത് പിന്നെ പാൻഡയാണ്. പാൻഡയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അതിലും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ അതൊന്ന് കീറി കളഞ്ഞാൽ മതി കേട്ടോ. സൈഡിലത്തേത് അവിടെ കീറാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം 3 എണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാം ഞാൻ ചെയ്തു. കുറച്ച് ചെയ്തത് കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, കുറേ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനും അമ്മയും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അമ്മ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ റോളൊക്കെ ചെയ്ത് തരും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, വന്നപ്പോൾ തന്നെ ചെയ്ത് നോക്കിയതാണ്. ഇത് അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മയ്ക്ക് ആഗ്രഹം വന്നിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം ചെയ്യാൻ എടുത്തു കൊടുത്തപ്പോൾ അമ്മ ചെയ്തതാണ്. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു മെർമെയ്ഡാണ്, അതിൻ്റെ പകുതി ആയിട്ടേ ഉള്ളൂ. അത് ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇടാം.